ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ മഴ തുടങ്ങി, ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞങ്ങൾ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് വീട്ടിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇതിപ്പം രാവിലത്തെ കാഴ്ച എന്ന് പറയുക ഒരു 10-11 മണിയായ സമയത്തുള്ള മഴയാണ് കേട്ടോ. ഇതിപ്പം രാവിലെ ലക്കി പോയ സമയത്തൊക്കെ നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അതൊക്കെ പെട്ടെന്നങ്ങ് മാറിയിട്ടാ. ഞാൻ ഈ മഴ പെയ്തത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ലക്കി പോയ ആ ഒരു സമയത്തെ ഞാൻ തുണികളൊക്കെ കൊണ്ട് പുറത്തിട്ട് ഉണങ്ങാൻ വേണ്ടി, നല്ല വെയിലായിരുന്നു ആ ഒരു ടൈമിലെ. തുണികളൊക്കെ കൊണ്ട് പുറത്തിട്ടിട്ട് ഞാൻ കിച്ചണിൽ പണിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെയാണ് ഒരു സൗണ്ട് ഇട്ടിട്ട് പോയി നോക്കിയപ്പം തുണികൾ ആ ഉണങ്ങിയതെല്ലാം നനഞ്ഞ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ അതെല്ലാം പറക്കി അകത്തിട്ടിട്ട് പിന്നെ ദാണ്ട് ഇന്ന് ഇതാണ് കേട്ടോ കറി. മിക്സഡ് എല്ലാ പച്ചക്കറിയും, വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സഡ് വെജിറ്റബിൾ കറിയാണ് കേട്ടോ. ഇതിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതപ്പം മക്കൾക്കാണെങ്കിൽ പച്ചക്കറിയൊക്കെ സെപ്പറേറ്റ് എടുത്ത് തിരഞ്ഞ് മാറ്റി വെക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവരുടെ വയറ്റിലങ്ങ് പോവും. ഇതിപ്പോൾ എല്ലാ പച്ചക്കറിയും ഉണ്ട്, വഴുതനയും ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും. ഇതിപ്പം വേറെ പച്ചക്കറികളൊന്നും ഇപ്പോൾ ഇവിടെ ഇരിപ്പില്ലായിരുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തേനെ. ഇങ്ങനൊരു കറി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ഇവരൊക്കെ കഴിച്ചോളും, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ മഴയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ, അത് തോന്നുമ്പോൾ വരും. ഇതിപ്പം അതിന് സമയമൊന്നും നോക്കണ്ട കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല വെയിലാണ്, ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പം ആ വെയിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് മഴ പെയ്യും കേട്ടോ. ഇതിപ്പം ഒരു 4-5 ദിവസം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടാ. ഇതിപ്പോൾ ഈ മഴ പെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഇവിടെയൊക്കെ എല്ലാവരും തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഒരു കൊറിയർ വന്നേ. ഞങ്ങൾ ഓണ സമയത്ത് പാലട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഓർഡർ ചെയ്താണ് കേട്ടോ. അങ്ങനെ അത് വന്ന് ഇനിയിപ്പോൾ അതിൻ്റെ പണി നോക്കണം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതാകുമ്പം ഒരുപാട് പണികളൊന്നും ഇല്ലല്ലോ, ഇതിങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് കഴിച്ചാൽ മതിയല്ലോ, പാലിലിട്ട് വേവിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേ ദാണ്ട് ലക്കി വന്നു കേട്ടോ. ലക്കിക്ക് പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 കാര്യങ്ങളാണ്. ദാണ്ട് ക്ലൈമറ്റ് കണ്ടോ, ആ രാവിലത്തെ മഴ അതേപോലെ അങ്ങ് പോയി തറയൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തൊരു മഴ ഇടിയായിരുന്നെന്നറിയോ. ഇതിപ്പോൾ ഒരു 12:45 സമയത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നേരത്തെ മഴ പെയ്തത് 11 മണിക്കാണ്. എന്തൊരു മഴയായിരുന്നെന്നോ. നോക്ക്, തറയിൽ ചില ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു നനവ്, അത്ര തന്നെ കേട്ടോ. ഇത് പെട്ടെന്നങ്ങ് ഉണങ്ങുകയും ചെയ്ത് ഇപ്പം അതേ കണക്ക് ചൂടായിട്ടാണ്. എന്തൊരു ക്ലൈമറ്റാണോ എന്തോ. ചില സമയം ഭ്രാന്ത് പിടിക്കും കേട്ടോ. ലക്കി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ദാണ്ട കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ലക്കിയുടെ ഫ്രണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടാണ്, നേരത്തെ സൈക്കിളിന് വേണ്ടി പിടികൂടിയ കുട്ടിയില്ലേ, അവനാണിപ്പോൾ ഫ്രണ്ട്. നമ്മുടെ വീടിനടുത്തുള്ളവനാണേ. അതാണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇനിയിപ്പോൾ റോഡിൽ പൊക്കോട്ടെ എന്നൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ വിഷമമാണേ. അതുകൊണ്ട് അവനെ വിളിക്കുക, വാടാ നമുക്കിനിയിപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കളിക്കാമെന്ന്. അമ്മ റോഡിൽ പോകണ്ടെന്ന് പറഞ്ഞെന്ന്. ആരും റോഡിൽ അവനോടൊപ്പം ഞങ്ങളാരെങ്കിലും കൂടിയില്ലെങ്കിലേ വിടാറില്ല കേട്ടോ. നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതാണ്. ഇതുങ്ങളൊക്കെ അടങ്ങി നിൽക്കത്തില്ലെന്നേ, ഭയങ്കര ബഹളമാണ് റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. വൈകിട്ടത്തെ സമയമൊക്കെ ആണെങ്കിലും ഞാനും കൂടെ പോവേ. ഇതിപ്പം ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ചെറിയ വെയിലൊക്കെ ഉണ്ട്. ആ വെയിലിനാ വീട്ടിൽ ചൂട് തുടങ്ങിയിട്ടാ. ആ മഴയൊക്കെ അങ്ങ് പോയില്ലേ. അങ്ങനെ ഏട്ടൻ വൈകിട്ട് വന്നപ്പം പിസയൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. വൈകിട്ട് കുറേ നേരം പോയി പാർക്കിൽ കളിയായിരുന്നേ. ഇതിപ്പം രാവിലത്തെ ആ മഴയിൽ പാർക്ക് മൊത്തം ചള്ളയായിട്ട് കിടക്കുകയാണ്. വന്നപ്പോൾ ഒരു കോലമായിരുന്നു കേട്ടോ. മറ്റേ ഊഞ്ഞാലും എല്ലാത്തിലും പോയി കിടന്ന് മറിഞ്ഞ് അവിടെയെല്ലാം പുല്ലുണ്ട്. ആ പുല്ലിൻ്റെ ആ ഭാഗത്ത് മൊത്തം ചള്ളയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്ത് കുളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പഠിക്കാനിരുത്തും. അപ്പോഴേ ഈ ദിവസം അങ്ങ് തീരും കേട്ടോ. ഇന്ന് ആണെങ്കിലും ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോഴേ നന്ദിയും ലക്കിയും കൂടെ അങ്ങോട്ട് പോവാതിരിക്കുകയാണ്. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആഴ്ചയിലൊക്കെ 2 ബർത്ത്ഡേ ഉറപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മക്കളാണ്, ലക്കിയുടെ പ്രായമൊക്കെ ഉള്ളതാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും ആഴ്ചയിൽ കുറഞ്ഞത് ഒരു ബർത്ത്ഡേയെങ്കിലും കാണും കേട്ടോ. അപ്പോഴും ഇതുപോലെ വൈകിട്ട് ഇവർ തന്നെയാണ് കേട്ടോ പോകുന്നത്. ചിലതാണെങ്കിലും ഞാനും ലക്കിയും കൂടെ പോകും. ഇതിപ്പം പൊടി കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് പോയാൽ നന്ദയ്ക്കാണെങ്കിൽ പറയാം, അമ്മ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് അവിടെ വന്നിരിക്കുന്നത്, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് ചിലതൊക്കെ നന്ദയങ്ങ് ഒഴിയും കേട്ടോ. ഇതിപ്പം പോകാൻ പറഞ്ഞപ്പോൾ വലിയ മടിയൊന്നും കാണിക്കാതെ പോകാമെന്നും പറഞ്ഞിരിക്കുകയാണേ. അപ്പോഴാണ് ഏട്ടൻ വന്നത്. അങ്ങനെ ഇപ്പോൾ പിസയൊക്കെ കഴിക്കാൻ കേട്ടോ. ഇത് ഒരു കാട്ടിക്കൂട്ടൽ പിസയായിട്ട് തോന്നിയേ. വലിയ എന്താ പറയുക, വല്ലായിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. വലിയ ഫ്ലേവറോ സംഭവം ഒന്നും ഇല്ലായിരുന്നു. എന്തോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന മാതിരി തോന്നിയിട്ടാ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പാണ് കേട്ടോ ഇവിടെ കൂടുതലും കിട്ടുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി ഉള്ളത് തന്നെ വലിയ കാര്യം കേട്ടോ. അവിടെ കിട്ടുന്ന പിസയാണ് ഇത്. കുഴപ്പമില്ല, കഴിക്കാം, അത്ര തന്നെ. അങ്ങ് വലിയ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പിസ കിട്ടും കേട്ടോ. മാളുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അടിപൊളി ഒരു വെറൈറ്റി പിസ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിനകത്ത് വെജ് നോൺ വെജ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. വലിയ വലിപ്പമുള്ളൊരു പിസ കേട്ടോ. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ഓരോ പീസിനും ഓരോ ഫ്ലേവറായിരുന്നു. ടേസ്റ്റും ഭയങ്കര വ്യത്യാസമായിരുന്നു കേട്ടോ. ഓരോ പീസിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമായിരുന്നു. ചിലതിൽ വെജിറ്റബിൾ ആണെങ്കിൽ ചിലതിൽ ചിക്കൻ, അതുമാതിരിയുള്ള ഒരു പിസ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ലക്കി നന്ദയും കൂടെ പോവുകയാണ് ബർത്ത്ഡേക്ക്. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നന്ദയ്ക്ക് വീടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നന്ദ ലക്കിയും കൊണ്ട് പോവുകയാണ് കേട്ടോ. പോവാൻ ഇറങ്ങിയപ്പോഴും നന്ദ പറയുന്നുണ്ടായിരുന്നേ, ഇതിപ്പം ചെല്ലുമ്പോൾ ലക്കിയുടെ പ്രായമുള്ള പിള്ളേരാണ് അവിടെ എല്ലാം. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ബോറടിക്കും, ഭയങ്കര ഓട്ടവും കളിയും ബഹളവും ഒക്കെ ആയിരിക്കും ഈ പിള്ളേർ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ അമ്മ പോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് ഇതുപോലെ കുറച്ച് ബലൂണും പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.